അല്ല അപ്പം ഇന്ന് ഞാൻ പെട്ടി കടക്കൊക്കെ എടുത്തിട്ട് സ്വിഗ്ഗി ഓടാന്ന് വിചാരിച്ചു. നിങ്ങളായിരിക്കും എന്താ പ്രാന്താണോന്ന് മഴയത്ത് സ്വിഗ്ഗി ഓടാൻ. പക്ഷെ മഴയത്ത് സ്വിഗ്ഗി ഓടുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബോണസ് കിട്ടുന്നത്. അപ്പം ഞാൻ ഇതുവരെ ഫുൾ ഡേ അങ്ങനെ സ്വിഗ്ഗി ഓടിയിട്ടേ ഇല്ല. ഒരു തവണ ഫ്രണ്ടിനോട് പോയിട്ടേ ഉള്ളൂ. സോ ഞാൻ വിചാരിച്ചു ഇന്ന് സ്വിഗ്ഗി ഓടാം. ഇപ്പം സമയം 8 മണി എങ്ങാണ്ടേ 8 മണി. അപ്പോൾ ഈ നമുക്ക് ഉച്ചയ്ക്ക് ക്ലാസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു പാർട്ട് ടൈം ജോലിയൊക്കെ വേണം. പക്ഷേ ആളുടെ അടിയിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യണം. ഇതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് വർക്ക് ചെയ്യാം. അപ്പം ഞാൻ എത്ര രൂപ കിട്ടും, ഒരു 11 മണി വരെ വെയിൽ വരുന്നിടം വരെ ഓടി എത്ര രൂപ കിട്ടും എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് വെയിൽ കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ഓടിയിട്ട് അപ്പോൾ എത്ര രൂപ കിട്ടും. എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ ഇതുവരെ ഓടിയിട്ടില്ല. ആൾക്കാരും ഫുഡും ഒക്കെ എന്തോ ആവോ എന്തോ നോക്കാം. ഞാൻ എന്തായാലും ഓഫ്ലൈനിൽ നിന്നിപ്പം ഓൺലൈനായിട്ടുണ്ട്. ഓർഡർ ഇട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഓടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അപ്പുക്കുട്ടനെ വിളിച്ചിട്ടുണ്ട്. അപ്പുക്കുട്ടനാണ് ഇപ്പോൾ ക്യാമറ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വീഡിയോ എടുക്കുന്നതും ഡ്രൈവ് ചെയ്യുന്നതും എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളൊരിക്കലും എന്താ സ്വിഗ്ഗി ഊബർ അങ്ങനത്തെ സാധനം നോക്കാത്തത്? എനിക്ക് കാർ ഓടിക്കാൻ അറിയത്തില്ല. ആകെ എനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയത്തുള്ളൂ. എനിക്ക് സ്വന്തമായിട്ടൊരു സ്കൂട്ടർ മാത്രമേ ഉള്ളൂ. അവിടെ ഉള്ളത് വെച്ച് പൈസ ഉണ്ടാക്കാനാണല്ലോ. അപ്പം ഞാൻ ഓൺലൈൻ നിൽക്കുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ നമുക്ക് നോക്കാം. ഞാൻ നൈലോണിൻ്റെ ടോപ്പും ലൂസ് പാൻറ്റും ഇട്ടേക്കുന്നത്. സോ നനഞ്ഞാലും പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി, ഇല്ലെങ്കിൽ നനഞ്ഞ് കുഴഞ്ഞൊട്ടി ഇത് അത് മാറ്റാൻ വേണ്ടി ഞാൻ നൈലോണിൻ്റെ ടോപ്പും പാൻറ്റ് നിങ്ങൾക്ക് അടിക്കാൻ പറ്റും. പക്ഷെ അത് ഇട്ടേക്കുന്നത് നമുക്ക് നോക്കാം. എനിക്ക് ഇതുവരെ ഓർഡറൊന്നും അടിച്ചില്ല. ഞാൻ വെയിറ്റ് ചെയ്ത ഓർഡർ കൊടുക്കാൻ അങ്ങനെ തൊരയായി വരാം. എൻ്റെ ഫസ്റ്റ് ഓർഡർ അടിച്ച് 104 രൂപ. ഫസ്റ്റ് ഓർഡർ 104 രൂപ. 50 രൂപ എങ്ങാണ്ടുള്ളായിരുന്നു ഓർഡർ. അയാൾ 50 രൂപ ടിപ്പ് വന്നതാണ്. രാവിലെ തന്നെ അടിപൊളി കഞ്ഞി പൈസ. പക്ഷെ മഴമേഘം കാണാവോ, ഫുള്ളിരുന്ന് മൂടിയിരിക്കുക. ഞാനാണെങ്കിൽ സ്വിഗ്ഗിയുടെ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഇൻ കേസ്. കാരണം എനിക്ക് തണുക്കുന്നു, ഇപ്പൊ തന്നെ എനിക്ക് തണുക്കുന്നു. എന്റെ ശബ്ദം ശരിയായി വരുന്നുണ്ട്. രാവിലെ തന്നെ അടഞ്ഞിങ്ങനെ ഇപ്പൊ മാറി ഇപ്പൊ നോർമലായി വരുന്നുണ്ട്. കാരണം തണുപ്പിലാണ് അവിടെ അടിച്ചിട്ടേ ശരിയായി വരുന്നുണ്ട്. എന്തായാലും ശരവണ ഭവനിൽ പോകണം. ശരവണ നമ്മുടെ ഓർഡർ മസാല ദോശ ഇല്ലായിരിക്കും. ഓർഡർ റിസീവ്ഡ്. നമുക്കിനി ഇത് കൊണ്ടുപോകണം. നല്ല ചൂടുണ്ട്. അതിൻ്റെ അകത്ത് ഒരാളെ കയറ്റത്തുള്ളൂ. അതെനിക്കറിയത്തില്ലേ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം വീഡിയോ എടുക്കാനും ഓർഡർ കൊടുക്കാനൊന്നും പറ്റത്തില്ല. കാരണം കസ്റ്റമറിൻ്റെ ഫേസ് എടുക്കാൻ പാടില്ല. എൻ്റെ ഫേസിൽ എടുക്കാൻ പാടില്ല. ചിരിച്ചുകൊണ്ട് താങ്ക് യു പറഞ്ഞു കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതെല്ലാം ചീറ്റിപ്പോയി. എന്ത് ചെയ്യാനാണ്. പക്ഷേ 100 രൂപ ഗുഡ്. ഒരു രാവിലത്തെ ഫുഡ് കഴിക്കാൻ പൈസയായി. പിന്നെ ചായക്ക് ഇപ്പോൾ 15 രൂപയായി. അതുകൊണ്ട് ചായ പണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അമ്മ ചായക്കടയിൽ സാധനം വാങ്ങിക്കുമ്പോൾ അമ്മ അയ്യോ 30 രൂപയോ 40 രൂപയോ എന്നൊക്കെ അമ്മ ചോദിക്കുമായിരുന്നു. ഇപ്പം ഞാനിങ്ങനെ കടയിൽ പോയിട്ട് നമ്മുടെ 100 ഗ്രാമിന് മറ്റേ ചെറിയ മിച്ചറുണ്ടല്ലോ, ഇപ്പം അതൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ 70 രൂപയോ, ഞാനത് 25 രൂപ 30 രൂപയാണെന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഒറ്റയടിക്കത് 70 രൂപ. ഞാൻ കടയിൽ പോയി ആലോചിക്കുക, കർത്താവേ മിച്ചറും ബിസ്ക്കറ്റും ഒക്കെ ഇപ്പം ഔട്ട് ഓഫ് ഹാൻഡായി. എത്ര റേറ്റാ? ഞാൻ ഞെട്ടിപ്പോയി. ഒരു പാക്കറ്റ് മിക്സറിന് 70 രൂപ 80 രൂപ, പക്കാവടയ്ക്ക് 80 രൂപ. ഐ എം ബിക്കമിങ് മൈ മോം. ആ ഒരവസ്ഥയായി. മഴ കൂടുമ്പോൾ പൈസ കൂടുതൽ കിട്ടുമാവും. ഇതേ നല്ലതായിരുന്നു. അവൻ എന്തായാലും ഓർഡർ കൊടുക്കാൻ പോയി. ഈ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഫ്ലാറ്റിൻ്റെ അല്ലെങ്കിൽ 5ാമത്തെ 6ാമത്തെ നില കയറി ഈ ഫുഡ് കൊണ്ട് കൊടുക്കുന്നത്. ഞാൻ ബാംഗ്ലൂരിലായിരുന്നപ്പോഴും മണിപ്പാലിലായിരുന്നപ്പോഴും നമ്മൾ താഴെ വന്ന ഫുഡ് എടുക്കണം. നമുക്ക് എന്തൊരു ടൈം വേസ്റ്റാണ്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ ഈ സ്വിഗ്ഗി ഓടുന്നതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം ഈ ഓർഡർ കൊടുത്തും ഉടനെ അടുത്ത ഓർഡർ കിട്ടത്തുള്ളൂ. ഇത് എന്നാലേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ 10 നില കയറി നമ്മൾ പോയി ഈ സാധനം കൊടുത്ത് പിന്നെ 10 നില താഴെ വന്ന് പിന്നെ എടുത്തുകൊണ്ട് പോകുന്നത്, ഓ മൈ ഗാഡ്, വെരി ടൈം കൺസ്യൂമിങ്. പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. ഇല്ലേ നമ്മൾ താഴെ വന്ന് എടുക്കണം. ഇത്ര നാളും മണിപ്പാലായിരുന്നപ്പോൾ എല്ലാം നമ്മൾ താഴെ പോയി എടുക്കണമായിരുന്നു. ഈ 35 രൂപ എടുക്കരുത്. ചെറുതായിട്ട് മഴ കൂടിയപ്പോൾ അത്ര രസമില്ല കേട്ടോ. ഇങ്ങനെ ഓർഡർ നമ്പർ 2 is complete. ആരെ കണ്ടായിരിക്കുന്നു പോലും. ഓർഡർ നമ്പർ 3 2 പിക്കപ്പ് സത്തോടാ സത്തില്ല. What you feeling when I look into your eyes? What you feeling when you're by my side? നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ കാതോടെ.
കില്ലാടി തന്നെ. ഓർഡർ 3 പാർട്ട് 1 ഇസ് കംപ്ലീറ്റ്. ഇപ്പം അതുകൊണ്ട് കൊടുത്തു. ഇനിയും പാർട്ട് 2 ഹേ. ഈ മഴ നനയുമ്പോൾ കുഴപ്പമില്ല, മഴ നിൽക്കുമ്പോൾ ഭയങ്കര ഒട്ടല്ല. നനയുള്ള എല്ലാ സ്ഥലങ്ങളും നനയും. ഇപ്പം എല്ലാവരും ഓഫീസിൽ പോകുന്നതിൻ്റെ തിരക്കായി, റോഡ് ഫുൾ ട്രാഫിക്കായി. പിന്നെ എനിക്ക് വിശക്കും. അപ്പം ഞാൻ എന്തായാലും 9:30 കുറച്ച് നേരം നിർത്തി വെച്ചിട്ട് ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചു. അതാണ് നമ്മുടെ സ്ഥിരം ഫുഡ് കട. എന്ന് പറഞ്ഞാൽ 1 ഇഡലി 1/2 കിലോ സാമ്പാർ വേണം. അയ്യോ പുളിയ മുട്ട പറഞ്ഞല്ലേ, നിങ്ങൾക്ക് വേണോ? പൊരിച്ച മുട്ട സാമ്പാറിനകത്ത് ബീഫ് കറി എടുത്ത് ആരും കുഴിക്കാം. നല്ല ടേസ്റ്റാണ്. എൻ്റെ ഉള്ളിൽ നസ്രാണി ഉറങ്ങുമെന്ന് വരും. നസ്രാണിയല്ലേ, മാംസഭോജി. കടയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പൊറോട്ടയും ബീഫുമാണ്. പക്ഷെ എനിക്ക് രാവിലെ തന്നെ പൊറോട്ട വയ്ക്കാനൊരു മൂടില്ലാത്തത് കൊണ്ട് ഞാൻ ഇഡ്ഡലി കഴിച്ചത്. പക്ഷെ അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഓൺലൈനായി ഞാൻ അടുത്ത് ഓർഡർ കിട്ടുന്നതനുസരിച്ച് ഓർഡർ അടിച്ചു. 66. ഫൈനലി ഓർഡർ അടിച്ചു. പക്ഷേ രാവിലെ 10:30 തന്നെ ആരോ ബിരിയാണി ഓർഡർ ചെയ്തു. അല്ല അതുകൊണ്ട് കൊടുത്തിട്ട് വരാം. നമ്പർ 5 ഹൗസ് നമ്പർ 35 കേട്ടെ. ഇപ്പൊ രാവിലെ ഒരു ബിരിയാണിയായി, ഐസ്ക്രീമായി, ഓർഡർ നമ്പർ 8 8ാമത്തെ ഓർഡർ വന്നു. ഇതെല്ലാം അങ്ങേപ്പുറം ഇങ്ങേപ്പുറം തൊട്ടടുത്തായതുകൊണ്ട് ക്ഷീണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും നേരം വെള്ളം കുടിച്ചില്ല. അപ്പം ഞാൻ വെള്ളം കുപ്പിയിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് കുടിച്ചില്ല. അതുകൊണ്ട് എത്ര ടയർഡായത്. പക്ഷെ വെള്ളം കുടിച്ചപ്പോൾ എനിക്കിപ്പോൾ ബെറ്ററായി. നമ്മൾ പോകുമ്പോൾ ഒരു കുപ്പി വെള്ളം കഴിക്കും. ഞങ്ങളിപ്പം നിങ്ങളുടെ ഒരു 40 കിലോമീറ്റർ, മാക്സിമം 40 കിലോമീറ്റർ ഓടിയുള്ളൂ. ഇപ്പോൾ തന്നെ 415 രൂപയെങ്ങാനായി. അപ്പം 8ാമത്തെ ഓർഡർ ആയപ്പോഴേക്ക് ഞങ്ങൾ നിർത്തി ഇനി വൈകിട്ടിറങ്ങാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 3 മണിക്കൂർ മാത്രം ഓടിയുള്ളൂ. 3 മണിക്കൂറിനാണ് 400 രൂപ കിട്ടിയത്. ഐ ഫീൽ ഇറ്റ്സ് എ ഗുഡ് ഡീൽ. എനിക്കറിയത്തില്ല, നല്ലൊരു ലാഭം തോന്നി. ഇതിനകത്ത് 515 രൂപയ്ക്കകത്ത് 60 രൂപയ്ക്ക് നമ്മൾ ഫുഡ് കഴിച്ചു. അത് മാത്രമാണ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 40 കിലോമീറ്റർ മൈലേജ് ഒക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ 100 രൂപയ്ക്ക് പെട്രോൾ വാങ്ങിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 300 രൂപ ലാഭം. 3 മണിക്കൂർ, 1 മണിക്കൂർ 100 രൂപ. അങ്ങനത്തെ ഒരു ആവറേജ് പൈസ. ഇത് മഴയുള്ളതാണെന്ന് അറിയത്തില്ല, മഴയൊക്കെ നല്ല ബോണസ് കിട്ടി. അപ്പൊ ഈ മഴ സമയത്ത് ഓളം ഫസ്റ്റ് ടൈമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ എന്തായാലും എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞില്ല. എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നമുക്കൊരു ഉച്ചയൊക്കെ കഴിഞ്ഞ അവസ്ഥയ്ക്ക് ഒരു വൈകിട്ടാകുമ്പോൾ ഒന്നുകൂടെ ഓടിയിട്ട് ഏകദേശം എത്ര ബ്രേക്ക് ഡൗൺ നമുക്ക് നോക്കാം. ഞാൻ ഉറങ്ങിപ്പോയി. ഇപ്പൊ സമയം 6 മണിയായി. 6 മണിയായപ്പം പിന്നെ ഓടാൻ പോണ്ടായിരുന്നു. അപ്പം ഓടി വന്ന് മേലെ ഡ്രൈവർ ഹൈദർ. ഹലോ മൈ ഗൈസ്. വണ്ടിക്കകത്തോട് കയറിയും കിട്ടും. Oh, this is order number 9. ഓർഡർ നമ്പർ 8 ആയിരുന്നു. അപ്പൊ ഇതാണ് ശരിക്കും ഓർഡർ നമ്പർ 9. സാധനം എടുക്കാൻ വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അൽഫാമും മന്തി ഷവർമയുടെ ഒരു ഡെലിവറി സിസ്റ്റം ആയിരിക്കും. എന്തായാലും ഓർഡർ നമ്പർ 9 ആയി. ഇനി 10, 11, 12, 13, 14 5 ഓർഡർ കൊണ്ട് കൊടുത്തു. അപ്പത്തിന് ഞാൻ പോയി മാസ്ക് വാങ്ങിച്ചു. കാരണം ഭയങ്കര പൊടി അടിച്ചിട്ട് തൂങ്ങി ചാവാറ്. അവനൊരു മാസ്ക് വാങ്ങിച്ചു, ഞാനൊരു മാസ്ക് വാങ്ങിച്ചു. 25 rupees. കണ്ട് പൂച്ച സാർ അൽഫാമിന് വേണ്ടി കാത്തിരുന്ന് വായി നോക്കിയിരിക്കുന്നു. പാവം. കസ്റ്റമർ വരാൻ ലേറ്റായി. അപ്പോൾ ഞാനിവിടെ മാറിയിരിക്കുമായിരുന്നു. അപ്പോൾ താൻ്റെ ഒരു ഗുഡ് ബോയ്. ലേറ്റായ പുള്ളി 12ാമത്തെ നിലയിൽ നിന്ന് നടന്ന് സ്റ്റെപ്പ് ഇറങ്ങി പറഞ്ഞാൽ ലിഫ്റ്റ് വർക്ക് ചെയ്തിരുന്നു. പാവം ബൈ. ഞങ്ങൾക്കകത്ത് ഒരു പോകാൻ പറ്റത്തില്ലായിരുന്നു. സോ അത് കൊടുത്തു. അടുത്ത ഓർഡർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടി. ഇതിൻ്റെ അകത്ത് കുറേ ഓർഡറാണെന്ന് തോന്നുന്നു. ഞാൻ ഇവിടുന്ന് വന്നിട്ടില്ല. സോ അവിടുന്ന് പിക്ക് ചെയ്ത് തൊട്ടടുത്ത് തന്നെ എല്ലാം 10, 25, 30 രൂപ, 25 രൂപ, 30 രൂപ, 35 രൂപ അങ്ങനത്തെ ഓർഡേഴ്സ് കേട്ടു. ഞാൻ ഹോട്ടലെത്തി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അടുത്ത ഹോട്ടലെത്തി. ഈസി പീസി. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഓർഡർ നമ്പർ 12 മന്തിയുടെ മണം. അൽറീമിലെ ഭയങ്കര മണം. അൽറീമിൻ്റെ ഏത് അയലത്തൂടെ പോയാൽ അടിച്ച് കയറും. എടപ്പള്ളി അൽറീമിൻ്റെ അവിടെ അത്രയും മണം. അൽറീമിൻ്റെ എന്തിനാടാ പ്രൊമോഷൻ? ഞാനാണെങ്കിൽ മാസ്ക് വാങ്ങിച്ചു. മാസ്ക് എനിക്ക് ലൂസ്. അതുകൊണ്ട് 1/2 കിലോ ഗ്യാപ്പ് ഉണ്ട്. ഭയങ്കര തൊല്ലായിരുന്നു. നമ്മൾ വെളിയിൽ വണ്ടി വെച്ച് നടന്ന് അകത്തോട്ട് പോയി 12ാമത്തെ നിലയിൽ കയറി കൂട് കാണാം. അടുത്തത്
എന്റെ വേസ്റ്റ് നൈറ്റ് മെയർ കിട്ടിയത്. അടുത്തത് ഇതുവരെ കിട്ടല്ലേ എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. കാരണം ഒന്നാമത് ലുലുമാളിൽ സെയിൽ നടക്കും, അതിന്റെ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഭയങ്കര ആള്. ഒരു ഓഫർ എന്ന് കേൾക്കുമ്പോ എന്റെ ദൈവമേ, നമുക്ക് ഒരു സെക്കൻഡ് തട്ടാൻ പോകുമ്പോൾ ആൾക്ക് നമ്മളെ തട്ടി തെറിപ്പിക്കും. ഞാൻ എന്തോ ആവശ്യത്തിനവിടെ പോയപ്പോ ഒരു 10 പേര് എന്നെ കാലിട്ട് അവരുടെ കാട്ടിട്ട് ഇടിച്ചിടിച്ചിട്ട് പിന്നെ ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഒരു പുങ്കാണ വേണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ ഇപ്പൊ ഓർഡർ അവിടെ നിന്ന് കിട്ടിയ 2 ഓർഡർ അടുപ്പിച്ച നമുക്ക് നോക്കാം. അതിന്റെ അകത്ത് കേറുമ്പം ജീവനോട് ഇറങ്ങാൻ പറ്റിയാൽ മതിയായിരുന്നു. ജനസാഗരം ഒഴുകുകയാണ് ഗൈസ്. മോളെ മറ്റേ ഇൻഡസ്ട്രിയലിനകത്ത് അവർ പ്ലാന്റ് കണ്ടുപിടിക്കുന്നു പോകുന്ന പോലെ പ്ലാന്റിനകത്ത് കയറി കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തില്ല. അപ്പൊ മണിക്കൂറുകൾ പോയ പോലെ ചേട്ടൻ അടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആകെ പുള്ളിക്കാരനെ കിട്ടിയത് 25 രൂപയുടെ ഓർഡറാണ്. 25 രൂപയുടെ ഓർഡർ എത്തുന്ന പുള്ളിക്കാരൻ്റെ പാർക്കിംഗ് ചാർജ് പറഞ്ഞ് 20 രൂപ വാങ്ങിച്ചു. എനിക്ക് വണ്ടി ഉണ്ടാക്കാൻ തോന്നുന്നു. ആ പൊടിയിട്ട് 50 രൂപ 20 രൂപ കൊടുക്കണം. ശനിയും ഞായറും 10 രൂപ അല്ല 20 രൂപ. എന്നാൽ വണ്ടി അകത്തേക്കാൻ സമ്മതിക്കില്ല. വണ്ടി കൊണ്ട് വെളിയിൽ വെച്ചിട്ട് നടന്നത്രയും പോയി 3 നില കയറി ഇറങ്ങി തിരിച്ചു വരുമ്പോൾ 1 മണിക്കൂർ പോകും. പിന്നെ എങ്ങനെ ലാഭമാവുന്ന ഓടുന്ന ആൾക്കാർക്ക് അല്ലേ? ഇറ്റ്സ് അൺഫെയർ. ഒന്നെങ്കിൽ സ്വിഗ്ഗി ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ലുലുമാൾ ഒരു തീരുമാനം, ഡെലിവറി ബോയ്സ് എന്തെങ്കിലും തീരുമാനം എടുക്കണം അല്ലേ? ഡോണ്ട് യു ഫീൽ ലൈക്ക് ദാറ്റ്? പുള്ളിക്കാരന്റെ സംസാരം ഭയങ്കര വിഷമം. 5 രൂപ കിട്ടിയത് എന്റെ നെഞ്ച് കത്തി 20 രൂപ പോയപ്പോഴത്തേക്ക്. പക്ഷെ പുള്ളിക്കാരനിലേക്ക് ഇത് വെച്ചായിരിക്കും ജീവിക്കുന്നത്, മനസ്സിലായോ? പുള്ളിക്കാരൻ ആ സ്കൂട്ടർ എന്റെ അടുത്തേക്ക് മറ്റേ ഉലുവിന്റെ അതിന്റെ സ്കൂട്ടർ കണ്ടു, മറ്റേ ചെറിയ ഇലക്ട്രിക് സ്കൂട്ടർ. അതിന്റെ ഇറങ്ങിയത് സന്തോഷം, കിട്ടാതിരിക്കാൻ പ്രതീക്ഷിക്കും. അടുത്ത ഓർഡർ കിട്ടതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് ഞാൻ ഓഫ് ചെയ്ത് പോകുന്നത്. അത്രേ. അടുത്ത ഓർഡർ ലുലുമാളാണെങ്കിൽ ഗൈസ് ഇൻസിറ്റീവ് എനിക്ക് വേണ്ട. ചാലഞ്ചസ് ഇല്ല, പണ്ടൊക്കെ ഞാൻ ഓടാൻ വരുമ്പം അകത്ത് സ്പേസ് ഉണ്ടായിരുന്നു വണ്ടി വെക്കാൻ, മാരിറ്റിന് ഇപ്പുറത്ത്. പക്ഷെ ഇപ്പോൾ ഒരു സംഭവിക്കില്ല, ഈ തിരക്കൊക്കെ ഉണ്ടായിരിക്കണം. 14ാമത്തെ ഓർഡർ കൊടുത്തു. 100 ഓർഡർ കൂടെ. 100 ഓർഡർ ഞങ്ങൾ റിജക്ട് ചെയ്തു. ഒരു ഓർഡർ റിജക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒരു ഓർഡർ ലുലുമാളല്ലായിരുന്നു. ഇവ ഈ വൃത്തിയിട്ട ലുലുമാള നമ്മൾ റിജക്ട് ചെയ്ത്. പോട്ടെ, ഇനി എന്തായാലും അടുത്തത് നമുക്ക് നോക്കാം. ഇനി റിജക്ട് ചെയ്യാൻ പറ്റണം, അടുത്ത തവണ റിജക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ഓർഡർ എടുക്കണം. ചായ കുടിക്കണ്ടേ? പാരഗണിലോട്ട് കിട്ടിയത് ലാസ്റ്റ് ഓർഡർ. ഞാൻ പാരഗണിലെ ബിരിയാണി കഴിച്ചിട്ടില്ല. നീ കഴിച്ചിട്ടുണ്ട്? അങ്ങനെ 10 മണിയാവും. 5 മിനിറ്റും കൂടെ. ലാസ്റ്റ് ഓർഡർ പിക്കപ്പ് ഇസ് ഡൺ. നിയർ അറ്റ് 15th ഓർഡർ. പാരഗണിന്റെ ഡെലിവറിയിലുള്ള നിൽക്കുക. ബിരിയാണി കിട്ടി. എന്നൊക്കെ അവിടെ കൊണ്ട് കൊടുക്കാം. കുറച്ച് ലേറ്റായി. ഞങ്ങൾ ഇച്ചിരി കറങ്ങി വന്നു. ഒന്നെങ്കിൽ ട്രാഫിക് കൂടെ വരിക, അല്ലെങ്കിൽ കറങ്ങി വരിക. അതുകൊണ്ട് ഞങ്ങൾ കറങ്ങി വന്നുകൊണ്ട് ലേറ്റായി. കയറായാലും ഞങ്ങൾ തെറി വിളിക്കും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ജീവനാണ് മുഖ്യം. മുഖിലെ ജീവൻ. ഓഫ് ചെയ്യട്ടെ? ഇത് കിട്ടിയോ? ഇൻസിറ്റീവ് കിട്ടിയോ? കിട്ടും. 450 കിടക്കുന്നതിനകത്ത് ഇൻസിറ്റീവ് കിട്ടിയോന്ന് അറിയത്തില്ല. നോക്കട്ടെ. ടോട്ടൽ ഏർണിങ്സ് കിട്ടാത്ത പ്രതിഷേധത്തിൽ കഴിക്കാൻ പോകുന്ന വിചാരിച്ചു. പക്ഷെ പൈസ തോന്നിയില്ല. അവസാനം അപ്പോൾ ദോശ പറഞ്ഞു. ഒരു ദോശ പറയുമ്പോൾ ചേട്ടൻ ഒരു സെറ്റ് ദോശ എന്ന് പറയുമ്പോൾ ചേട്ടൻ ഒരു ദോശ കൊടുക്കണം. അവസാനം 2 ദോശ പ്ലേറ്റിൽ തന്നെ പോയി. lack of communication. മീഡിയം. 650 രൂപയാണ് കിട്ടിയത്. അതിൽ നിന്ന് ഒരു 300 ഞങ്ങൾ തിന്നി നിർത്തും. ബാക്കി 300 രൂപയേ അത്ര ഉള്ളു ലാഭമല്ല. അത് വേറെ ഒന്നുമില്ല. ഇൻസിറ്റീവ് വിട്ടിരുന്നെങ്കിൽ 1000 രൂപയായാലും. അത് ഞങ്ങളുടെ മണ്ടത്തരവാ. 11 മണി തൊട്ട് 3 മണി വരെ, 6 മണി തൊട്ട് 10 മണി വരെ എന്ന് വെച്ചാൽ കറക്റ്റ് 7 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപ കിട്ടും. ഞങ്ങൾ പക്ഷേ ഡെഡിക്കേഷൻ മൂത്തിട്ട് രാവിലെ 8 മണിയായപ്പോൾ എണ്ണീറ്റ് പോയി. അവരുടെ ഒരു കോപ്പ് കിട്ടിയില്ല. ആ ഇൻസെന്റീവും കിട്ടിയില്ല. ട്രാജഡി സ്പീക്ക്. അപ്പോൾ ബുദ്ധിപരമായി ജോലി ചെയ്യുക. വർക്ക് സ്മാർട്ട് നോട്ട് ഹാർഡ് എന്നാണ് അത് ചെയ്യുക. ഞങ്ങളെ പോയി പണത്തിനെ കാണിക്കരുത്. ഞാൻ എന്തായാലും കഴിച്ചു കിടന്ന് ഇറങ്ങട്ടെ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.